ഹേ ഗായ്സ്, അപ്പോൾ അതാ നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ പോവാം കേട്ടോ. മൈസൂരുള്ളൊരു കല്യാണമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മൈസൂരുള്ള കല്യാണം കൂടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ഹോസ്റ്റലിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും പിന്നെ അതിൻ്റെ കൂടെയുള്ളൊരു സംഭവവും ഒരു കോമ്പിനേഷനും പിന്നെ ചായ ആണ് കേട്ടോ. ചായ സെപ്പറേറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇത്രയും കൂടെ പോവില്ല, വിശക്കുന്നേ ഇല്ല. പിന്നെ എന്താ, ബ്രെഡ് നമുക്ക് തൊണ്ടയിൽ കൂടെ ഇറക്കി വിടാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടിയുള്ള ബ്രെഡായിരുന്നു കേട്ടോ. അപ്പോൾ പതുക്കെ പതുക്കെ പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ചായ സെപ്പറേറ്റ് വിശക്കുന്നേ ഉണ്ടായിരുന്നില്ല. ചായ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം റെഡി ആവാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റൽ മൊത്തം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മാമിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. അപ്പോൾ ഹോസ്റ്റലിലുള്ള എല്ലാവരും ഉണ്ട്, കോളേജിലുള്ള എല്ലാവരെയും അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. രാവിലെ ചെറിയ രീതിയിലൊരു മൂടിക്കെട്ടലൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കാറിൻ്റെ ഒക്കെ സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നമുക്കിനി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു ഫ്രോക്കാണ്. മുടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തേക്കാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങുന്നുള്ളൂ. ഞാനാട്ടോ ആദ്യം ഒരുങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 9 മണിക്കാകുമ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ഈ ഹോസ്റ്റലിൽ നിന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ, സബർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടം വരെ പോകണം. അവിടെ നിന്ന് പിന്നെ എല്ലാവരും കൂടെ, സ്ഥലത്തിൻ്റെ പേരെന്താ മാമിൻ്റെ, കൻസൂർ അങ്ങനെയാണ് പറയുന്നത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ കൻസൂർ അവിടെ അത് ഒരു 1.5-2 മണിക്കൂർ പിന്നെ അവിടെ നിന്ന് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് പോട്ടെ, ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് 2-3 പേര് വരുന്നില്ല, ബാക്കി എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരാളും വരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളവരെ കാത്തിരിക്കാൻ ഉള്ള ഇതിലാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. റെഡിയായി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അത് കുഴപ്പമില്ല, ഞങ്ങളെക്കാൾ ലേറ്റായവർ പുറകെ വരുന്നുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ട്രാഫിക് ബ്ലോക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു, അതാ പ്രശ്നം. അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. കുട എടുത്തിട്ടുണ്ട്, എന്നാലും ബസ് സ്റ്റാൻഡ് എത്തി. ഒരു 20 മിനിറ്റ് അത്രേ ഉള്ളൂ. ഞങ്ങൾ ബസ്സൊക്കെ നോക്കുമായിരുന്നു, ബട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ തപ്പി നടക്കുകയാണ് ബാക്കിയുള്ളവർ. ഞാൻ എന്തായാലും ഒന്ന് പോയി തപ്പാം. ഫ്രണ്ട്സിനെയൊക്കെ അവസാനം കണ്ടു കിട്ടി. ബസ്സിൽ കയറിയിട്ടോ. എല്ലാവരും ബസ്സിലുണ്ട്. ബസ്സിലുള്ള 3/4 ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇനി ഒരു 1.5 മണിക്കൂർ ബസ്സിൽ തന്നെ ഇരിക്കണം. പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ടിരിക്കാം. ഛർദ്ദിക്കാനൊന്നും വരരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിത് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു കുഞ്ഞ് ഊബർ എന്തെങ്കിലും വിളിച്ചിട്ട് പോകണം എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിയാൻ പാടില്ല. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചുമ്മാ വന്നതാണ്. മൈസൂരിലെ കല്യാണം ഇതുവരെ കൂടാത്തതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ സ്വന്തം മാമിൻ്റെ കല്യാണം ആയതുകൊണ്ടൊക്കെ ചാടിപ്പിടിച്ച് പോകുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചിലവാണ്. എനിക്ക് അതിന് മാത്രമാണ് വിഷമമുള്ളൂ. ഞങ്ങൾ GNMs BSc പിന്നെ കോളേജ് മൊത്തം ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടോയിൽ ഇപ്പോൾ കയറിയേക്കുവാണ്. ഇത് കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും. കേരളത്തിലെ ഓട്ടോ പോലത്തെ ഓട്ടോ അല്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് നടന്ന് മാമിൻ്റെ മണ്ഡപം, ഇതാണ് ഞങ്ങളുടെ മാം, റാണി മാം. കണ്ണടിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചേക്കാണ്. ഇവിടെ ഇങ്ങനെയാണ് വെൽക്കം ഒക്കെ ചെയ്യുന്നത്. കുറച്ച് പേരോട് വരാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നടയിൽ തന്നെ നിൽക്കുന്നത്. അവരൊക്കെ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബോയ്സാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. കുറച്ച് എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് കയറാമെന്നുള്ളൊരു ഇതിലാണ്. ഞങ്ങളുടെ ഗിഫ്റ്റാണ് കേട്ടോ അത്, മാമിന് കൊടുക്കാനുള്ള വാച്ചാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കയറുകയാണ് കേട്ടോ. മണ്ഡപം ഇതാണ്, ആ കാണുന്ന മറ്റേ വീട് പോലെയൊക്കെ ഇരിക്കുന്നത്. അവിടെയൊക്കെ സീനിയേഴ്സ് ഞങ്ങളുടെയാണ്ട്, അവരൊക്കെ നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ്. പിന്നെന്താ, ഞങ്ങൾ പതുക്കെ നടന്ന് ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണ്, ആരും കാണാതെ വീഡിയോ എടുക്കുന്നുണ്ട് എന്തെങ്കിലും പറയുമെന്ന് ഓർത്തിട്ട്. അവിടെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ കുങ്കുമവും ചന്ദനവും കുറച്ച് പൂക്കളും റോസാപ്പൂവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കെടുത്ത് തൊടാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് അങ്ങനെ കാണിക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി ഏതൊക്കെയോ ചേച്ചിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. വലിയ ഹോളാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. മേളിലും താഴെയും ഇരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ബുക്ക് മീൻസ് അവിടെ മൊത്തം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മേളിലും താഴെയൊക്കെ ഉണ്ടായിരുന്നു. തൊട്ട ഫ്രണ്ട് കാണുന്നത് ഒരു ചേച്ചി ഡാൻസ് കളിക്കുന്നതാണ്. ഒരു ചേട്ടൻ പാട്ട് പാടും, ഒരു ചേച്ചി ഡാൻസ് കളിക്കും. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, നമ്മളങ്ങനെ കാണാറില്ല. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ അതും കല്യാണത്തിൻ്റെ അന്ന് അത് കാണാറേ ഇല്ല. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിയിട്ട് കയറി, മീൻസ് മേളിൽ പോയി എന്നാൽ ഫ്രണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേളിയിട്ട് കയറി ഞങ്ങൾ പോവാണ് കേട്ടോ, ഒന്ന് കാണാൻ വേണ്ടി, മാമിനെ മര്യാദയ്ക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ട് പാടുന്ന അവിടെ ഒരു കുഞ്ഞ് സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് അവർ പാട്ട് പാടുന്ന. കന്നഡ പാട്ടാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലായൊന്നുമില്ല. നല്ല ബോറായിരുന്നു കേട്ടോ. അത് കന്നഡ പാട്ടായതുകൊണ്ടായിരിക്കും, നമ്മൾ മലയാളം കേട്ട് ശീലിച്ച് വന്നവരാണല്ലോ. അവിടെ പാട്ട് വേറൊരു ചേച്ചി പാടുന്നുണ്ട്. ആ ചേച്ചി താഴെ വന്നിരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് കൂടി കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം അത് കണ്ടുകൊണ്ട്, നിങ്ങൾക്ക് കുറേ നേരം ബോറടിക്കായിരുന്നു കേട്ടോ കണ്ട് കുറേ നേരം. പിന്നെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇതായി. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഫുഡിങ്ങിൻ്റെ
പ്രിപ്പറേഷനിലിട്ട് കിടക്കുകയാണ്. എവിടെയൊക്കെയാണ് ഫുഡുള്ളത് ഞങ്ങളൊന്ന് നോക്കി പോയിട്ടോ, എവിടെയൊക്കെയാണ് ഫുഡ് ഉള്ളതെന്ന്, എവിടെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണ്, അങ്ങനെ കുറച്ച്. പിന്നെ പോകുമ്പോൾ കൂട്ടമായിട്ടാണ് ഞങ്ങൾ കോളേജ് മൊത്തം, അല്ല സോറി, ഞങ്ങളുടെ ക്ലാസ് BSCs മൊത്തമാണ് പോവുക. കാരണം വഴി തെറ്റിപ്പോയാൽ പിന്നെ വഴി അറിയാൻ പാടില്ല. പിന്നെ ഫുഡ് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ കൊടുക്കുന്ന കേരളത്തിലെ പോലെ അല്ലാട്ട് ഇത് മണ്ഡപത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു തുരങ്കത്തിൻ്റെ അടിയിലാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമേ ഞങ്ങൾ കണ്ടില്ല, പിന്നെ ശ്രദ്ധിച്ച് നോക്കി അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഫുഡ്. ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു, ഒരുപാട് പന്തി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേരളത്തിൽ സാധാരണ ഇങ്ങനെയാണ്, ഫുഡ് കഴിച്ച് പകുതി ആകുമ്പോഴേക്കും നമ്മൾ അവിടെ പുറകെ പോയി നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കാണിക്കാൻ നോക്കി, ഞങ്ങൾ പുറകെ പോയി നിന്നതാണ് കേട്ടോ. ബട്ട് ചീറ്റിപ്പോയി. ഉള്ള കന്നഡ ചേച്ചിമാർ, അമ്മൂമ്മമാരൊക്കെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ കയറുന്നേ, അങ്ങനെ അവർ ചെയ്യുന്നത്. തള്ളി നമ്മൾ ഒരാളുടെ പുറകിൽ ഇപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കൂടെ അവർ നമ്മൾ തള്ളി മാറ്റിയിട്ട്, അവരൊന്നത്തെ കന്നഡ എന്തെങ്കിലും ಗೊತ್ತಿದ್ದು നമുക്കൊന്നും ಗೊತ್ತಿല്ല. അപ്പോൾ ആ അവസ്ഥയിലാണ്. അപ്പം നമ്മൾ തള്ളി മാറ്റി അവരവിടെ കയറിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു ചേച്ചിയുടെ പുറകെ നിന്നിരുന്നാണ് ഞാൻ തള്ളി മാറ്റി, എൻ്റെ ഫ്രണ്ട്സിനെ മിക്കവരും തള്ളി മാറ്റി. അങ്ങനെ അവർ കയറി എന്തൊക്കെയോ കന്നഡയിൽ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. നമുക്കത് കുറേ നേരം നിന്നിട്ട് നമുക്ക് ഫുഡൊന്നും മീൻസ് കിട്ടിയില്ല. കുറേ നേരം നിന്നിട്ടും ഫുഡൊന്നും കിട്ടിയില്ല. അവർ തള്ളി മാറ്റി അവർ കയറിയിരുന്നു. അവസാനം നമ്മൾ വേറൊരു പന്തിയിൽ ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും അവർ ഫുൾ കഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഇരിക്കാൻ പറ്റും. ചുമ്മാ അവിടെ പോയി നിൽക്കണ്ടെന്ന് വെച്ചാൽ അവിടെ കുറേ വിഭവമുണ്ട്. അവിടെ കുറേ എല്ലാവരും അമ്മ ആ ഒരു ഏജിലുള്ളവരെ, ഇപ്പോൾ ചെറുപ്പക്കാരികളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അങ്ങനെയുള്ളവരാണ്, അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ തന്നെ പുറകെ പോയിരുന്നു. അവരൊന്ന് എഴുന്നേക്കട്ടെ എന്ന് ചോദിച്ചു. കുറച്ച് പേർക്ക് സീറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞങ്ങൾ പിന്നെ നിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കയറി. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് കഴിക്കാൻ കൊടുക്കുന്ന ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇല. ഇത് എന്തോ ഭയങ്കര ഇതായിട്ടുള്ള തിന്നായിട്ടുള്ള ഇലയാണ് കേട്ടോ. ഒന്ന് ഊതിയ പറന്നു പോകും അങ്ങനത്തെ ഇലയാണ്. നമ്മൾ ആഴേക്ക് വരും അവർ ഈ ഇലയാണ്, ഇത് പേരൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഇത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഒരു കുപ്പി വെള്ളം ഇവർ തന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു കുടിക്കാൻ വേണ്ടി തന്നതാണ്. പിന്നെ അപ്പുറത്തുള്ള കന്നഡ ചേച്ചിമാരും ചേട്ടന്മാരും ചെയ്യുന്നത് കണ്ടിട്ടാണ് കഴുകാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്ത് എൻ്റെ ബാഗേറ്റ് വെക്കുകയോ ചെയ്ത് ബസ്സിലൊക്കെ പോകുമ്പോൾ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വിഭവങ്ങൾ വന്നു കുറേ കാത്തിരിപ്പിന് ശേഷം. ഫസ്റ്റ് വന്നത് ഈ വെള്ള സാധനമാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് എന്താ പറയുക, ഒരു സേമിയ പായസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് കുറേ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ ചൂട്. പിന്നെ ആ സേമിയ പായസത്തിന് കൂട്ടി വെച്ച് തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളത് ഇവർ എന്തൊക്കെയോ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ മെയിനായിട്ടും ആ സാധനത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, 2 പീസ് നല്ല എല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചിക്കൻ്റെ പീസിൽ വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തൂവലും ഇലയും. പിന്നെ ഒരു പൊതി കൊണ്ടു തന്നു, അതിൻ്റെ അകത്ത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ പഴമുണ്ട്. പിന്നെ എന്തൊക്കെയോ ചാറുകറി, അത് മട്ടൻ, ചിക്കൻ, ബീഫ് ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല, ബീഫിലെന്നാണ് തോന്നുന്നത്. പിന്നെ ഉണ്ട സാധനം, അത് റാഗി വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനമാണ്, അറിയാൻ പാടില്ല എന്താണെന്ന്, പേരൊന്നും അറിയാൻ പാടില്ല. ഒരു വിഭവത്തിന് പേര് വരെയൊക്കെ അറിയാൻ പാടില്ല. ഞാൻ കുറച്ചെടുത്ത് വായിലിട്ടു ഉണ്ട. ബട്ട് ഒരു ടേസ്റ്റും ഇല്ല, ഒരു വികാരമില്ലാത്തൊരു സാധനമായിരുന്നു അത്. അതിങ്ങനെ കഴിക്കേണ്ടതെന്ന് പറയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. എല്ലാം ഞാൻ കുറച്ചായിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി വരേണ്ടതാണ് ചോറ്. ഇവിടുത്തെ ചോറെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചോറും പിന്നെ അവർ ചോറ് തന്നു. അതിന് ശേഷം അവർ അതിൻ്റെ പുറത്തേക്ക് എന്തോ ഒരു വെള്ളമല്ല എന്തോ ചാറ് കൊണ്ട് ഒഴിച്ചു. എനിക്ക് പണ്ട് എനിക്ക് ചാറ് കറിയോട് ഇത്ര താല്പര്യമില്ല. അതിൻ്റെ കൂടെ അവർ ആ ചാറ് കൂടെ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഉള്ളതെല്ലാം ചാറാണ്, അതിൻ്റെ കൂടെ ചാറ് കൂടെ നമുക്കൊരു ഒരു എന്താ പറയുക, എന്തോ ഒരു ഇത് എനിക്ക് ഉരുട്ടി കഴിക്കുന്ന കേട്ടോ ഇഷ്ടം, അങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയിൽ. ബട്ട് ഇത് ഭയങ്കരമായിട്ട് വെള്ളമായിപ്പോയി. പിന്നെ സാരില്ല, വിശന്നിരിക്കുമായിരുന്നില്ല. പിന്നെ എന്തായാലും കഴിക്കാമെന്ന് വെച്ച് കഴിച്ചു. ഒരു ചെറിയ നാരങ്ങ പീസ് ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, എല്ലാം ഉള്ളതല്ലേ എന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്താണ്. കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങയും കൂടെ ആ ചോറിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ എല്ലാ കഷ്ണങ്ങളും എടുത്ത് കഴിക്കുക. എനിക്ക് ചിക്കൻ ഫ്രൈ മാത്രമാണ് ആകെ ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊന്നും ടേസ്റ്റിലൊന്നല്ല, നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് അവരുടെ വിഭവം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതില്ല, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ബട്ട് അത്രയ്ക്കിതില്ല. എന്നാലും 50-50, അങ്ങോട്ടുള്ള 50-50 അങ്ങനെയായിരുന്നു കേട്ടോ സംഭവം. കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞു. കാരണം ഞങ്ങൾ കാര്യമായിട്ടൊന്നും അതിൽ കഴിച്ചില്ല. നിങ്ങൾക്ക് എല്ലാം നോക്കിയില്ല, അതിന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാനാണ് പിന്നെയും കുറച്ചേരം കഴിച്ചതിന് ഫ്രണ്ട്സൊന്നും കഴിച്ചില്ല, അവർക്കൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് കൈ കഴുകി ഇനി മാമിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ BSc ഗ്യാങ്ങിന് എല്ലാവരെയും കൂടെ ചെയ്ത് ഫോട്ടോ എടുത്തു. അതിന് ശേഷം അതൊന്നും കാണിക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അതിന് ശേഷം പിന്നെ
മാം ഞങ്ങളോട് 4 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഒന്നാമത്തെ ഇവിടെ കെട്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്നേരം ലേറ്റായി, രാവിലെ ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വോയിസിൻ്റെ അകത്ത് വേറെ വോയിസ് കേൾക്കുന്നുണ്ടാവും. അത് അമ്മ അനിയത്തിന് വഴക്ക് പറയുന്നതാണ്. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ദയവായി ക്ഷമിക്കുക. എൻ്റെ വോയിസിനൊക്കെ ചിലപ്പോൾ അവരുടെ വോയിസ് ആയിരിക്കും നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മാം ഞങ്ങളോട് 4 മണിക്ക് മുന്നേ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ധൃതി പിടിച്ച് ഓട്ടോയിലൊക്കെ കയറി ബസ് കിട്ടി. അവസാനം സബറിൽ വന്നിറങ്ങി. സബറിട്ട് എത്തുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മൈസൂർ പാലസാണ് അവിടെ കണ്ടത്. ബസ്സിൽ ഞങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു പൂച്ചയോർക്കൊക്കെ ഉറങ്ങി കേട്ടോ. അതിനുശേഷം ഊബർ വിളിച്ച് ഞങ്ങളിത് ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്സൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ട് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങി അതിൻ്റെ അടുത്തുള്ളൊരു ബേക്കറി കയറി. മാം എന്തായാലും വന്നിട്ടുണ്ടാകും. 4 മണി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു മീൻസ് ഒരുപാട് ലേറ്റ് ആയില്ല, എന്നാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായാലും. അപ്പോൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ബേക്കറി വന്നതാണ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കൊന്നും അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. അവർ ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ ബേക്കറീസും വാങ്ങിച്ചു. ഇനി മാം കാണാതെ ഹോസ്റ്റലിൽ കയറാമെന്നുള്ള ഒരു വമ്പൻ ടാസ്ക് അവിടെ കിടക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഞാൻ പേടിച്ച പോലെ, രാവിലെ പേടിച്ച പോലെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ മാം മേളിൽ നോക്കി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഗ്രില്ല് സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ മാം. ഞങ്ങളുടെ അയൽവാസിയാണ് മാം, അല്ലെങ്കിൽ മാമിൻ്റെ അയൽവാസിയാണ് ഞങ്ങൾ. അപ്പോൾ പതുക്കെ വന്ന് കയറണം. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇത്രയും സാഹസ്യമായി ഞങ്ങൾ കയറിയിട്ട് മാം ഞങ്ങളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ നേരെ ചെന്ന് മാമിൻ്റെ ഫ്രണ്ടിട്ടായിരുന്നു. ബട്ട് കാര്യം പറഞ്ഞാൽ മാമിന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ എടുത്താണ്, എനിക്ക് ഞാൻ വ്ളോഗൊന്നും എടുക്കാൻ അറിയാൻ പാടില്ല. ഞാൻ ചുമ്മാ അവിടെ ഇവിടെ കാണിച്ചു പോയിരുന്നു. കുറേ കാര്യമൊന്നും കാണിക്കാനും പറ്റിയില്ല. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എൻ്റെ എല്ലാ വീഡിയോസും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ. ഓക്കെ, അവിടെ നിൽക്കുന്നതാണ് കേട്ടോ മാമും. ശരി, എന്നാൽ ബൈ.